ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തവിട് പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനായി നമ്മൾ ഇവിടെ നെല്ലാണ് എടുത്തിരിക്കുന്നത്. നെല്ല് കുത്തിയിട്ടാണ് തവിടാക്കുന്നത്. അപ്പോൾ ആ നെല്ല് കുത്തി തവിടാക്കുന്ന ആ പ്രോസസ്സ് ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടെ. അതിനാൽ നമ്മൾ ഇത് പച്ച നെല്ലാണ്, പുഴുങ്ങിയ നെല്ലല്ല, പച്ച നെല്ലെടുത്ത് അത് ഒരു ഉരളിലിട്ടിട്ട് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നെല്ല് കുത്തുക, നെല്ല് ഇടിച്ച് നമ്മൾ പൊടിക്കലേ, നെല്ല് കുത്തി, അതായത് അധികം ബലം കൊടുക്കാതെ കുത്തണം. കുത്തി അതിനുശേഷം അതിൻ്റെ അകത്ത് നിന്ന് ഈ നെല്ലിലെ ഉമി കളയണം. കുത്തിയ നെല്ല് ഇനി നമ്മളൊരു മുറത്തിലിട്ട് അത് പാറ്റി അതിൻ്റെ ഉമി കളഞ്ഞേ വേണ്ടത്. മുറത്തിലിട്ട് ഇങ്ങനെ പാറ്റുമ്പം അതിലെ ഉമി മൊത്തം പുറത്തേക്ക് പോവുക ചെയ്യുക. അതിനുശേഷം തവിട് ആ മുറത്തിൻ്റെ സൈഡിൽ പറ്റിപ്പിടിച്ച് കിടക്കും. അങ്ങനെ നമ്മൾ നെല്ല് കുത്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ അരി കൊണ്ട് നമ്മൾ കഞ്ഞി വെക്കാനും പായസം വെക്കാനും ഒക്കെ നല്ല ടേസ്റ്റുള്ളതാണ്. ഈ അരിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ പാൽപ്പായസാലും വെക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ തവിട് കിട്ടി. ഇത്രയേ തവിട് കിട്ടിയിട്ടുള്ളൂ, 1 ടേബിൾ സ്പൂൺ അത്രയേ ഉള്ളൂ തവിട്. അപ്പോൾ ഇതിനെ കൊണ്ട് എങ്ങനെ പായസം വെക്കാൻ നോക്കാം. അത് ഞാൻ ഒരു ഉരുളി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് ഞാൻ ചവ്വരി ഒരു 3-4 ടേബിൾ സ്പൂൺ ചവ്വരി കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരച്ച് ശർക്കര അതൊന്ന് ഉരുക്കാൻ വെക്കുക. അതിനുശേഷം ഉരുളിയിലേക്ക് ചവ്വരി ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. ചവ്വരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് തവിടിൽ ഉമ്മി കളയാം. അതിനായി നമ്മളൊരു പാത്രത്തിലേക്ക് തവിടിട്ട് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് അതൊന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച് കഴിയുമ്പം അതിൻ്റെ മുകളിലേക്ക് ഉമി പൊങ്ങി വരും. അപ്പോൾ ആ ഉമി നമുക്ക് അരിച്ച് കളയാം. അപ്പോഴേക്കും നമ്മുടെ ചവ്വരി ഇവിടെ ഏകദേശം വെന്തു. അപ്പം നമ്മൾ ഇനി അതിലേക്ക് ഉരുക്കിയ ശർക്കര ഒഴിച്ച് ഒന്ന് തിളക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന തവിടിലെ ഉമിയൊന്ന് കളയാം. അതിനുശേഷം നമുക്ക് ഈ തവിടിലേക്ക് 1 സ്പൂൺ റാഗിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് തവിട് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ റാഗിപ്പൊടി കൂടി ചേർക്കുന്നത്. പണ്ട് കാലങ്ങളിൽ എനിക്ക് നല്ലൊരു ഓർമ്മ, ഈ തവിട് പായസം വെക്കുമ്പോൾ എൻ്റെ അച്ചാച്ചനെയാണ് ഓർമ്മ വരുന്നത്. അച്ചാച്ചൻ പണ്ട് എപ്പോഴും ഈ തവിട് പായസം കുടിക്കുമായിരുന്നു. അപ്പോൾ പണ്ട് ഇങ്ങനെയല്ല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് അവർ വെറും തവിട് മാത്രം ശർക്കരയിട്ട് കാച്ചി കുറുക്കുക, അവിടെ തവിട് കാച്ചുക എന്നാണ് പറയുന്നത്. അതായിരുന്നു പണ്ട്. ഇത് ഞാനിപ്പോൾ പായസ രൂപത്തിലാക്കി എടുക്കുന്നത് മാത്രം. നമ്മൾ ഓരോ സ്പൂണായിട്ട് ഈ തവിടും മുത്താറിയും കൂടി ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ചവ്വരിയിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും, പെട്ടെന്ന് തിക്കാവുകയും ചെയ്യും. അപ്പോൾ ഇത് ഏകദേശം എല്ലാം കുറുകി സെറ്റായി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് 2-ാം പാൽ, നല്ല കുറുകിയ 2-ാം പാലാണ്. അധികം വെള്ളം ചേർക്കാതെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല കുറുകിയ 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് തിളക്കേ വേണ്ടു, ഒരുപാട് തിളക്കരുത്. ഒന്ന് തിളച്ച ശേഷം
തീ ഓഫ് ചെയ്ത ശേഷമാണ് നമ്മൾ പിന്നെ ഒന്നാം പാൽ ചേർക്കുന്നത്. ഒന്നാം പാലും കുറച്ചേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത ശേഷമാണ് തീ ഓഫ് ചെയ്ത ശേഷം ഒന്നാം പാൽ ചേർക്കുക. ഒന്നാം പാൽ ചേർത്ത ശേഷം നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് പായസം ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പായസമാണിത്. ഞാനിത് ചവ്വരി ചേർത്തത് നമുക്ക് വെറും മുത്താറിയും തവിട് മാത്രമേ ഒന്നും കടിക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല. അതൊരു കുറുക്ക് പോലെ ഇപ്പോൾ അതുകൊണ്ടൊരു കടിക്കാൻ എന്തെങ്കിലും ഒന്ന് ആവട്ടെ എന്ന് വെച്ചാൽ ഞാൻ ചവ്വരി ചേർത്തത്. പക്ഷേ ചവ്വരി ചേർത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തവിട് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് വെക്കാം. അടിപൊളി പായസമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നാളെ കാണാം. അതുവരേക്കും ബൈ.